ഗുരുവായൂരിൽ കല്യാണ മേളം ഇങ്ങനെ കൊട്ടിക്കേറുകയാണ്. റെക്കോർഡ് വിവാഹങ്ങൾ. അത് ഈ എല്ലാ കല്യാണ മണ്ഡപവും ഇന്ന് വലിയ തിരക്കിലായിരിക്കും. ഒരേ സമയം തന്നെ 6 കല്യാണ മണ്ഡപങ്ങളിലാണ്. എന്തായാലും 356 കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇന്ന് 1 മണിക്കൂർ നേരത്തെ തന്നെ അതുകൊണ്ട് വിവാഹ ചടങ്ങുകളൊക്കെ അവിടെ ആരംഭിച്ചു. സാധാരണ 5 മണിക്കാണെങ്കിൽ ഇന്ന് 4 മണി മുതൽ പെർമിഷൻ. അത് ശരി. എന്തായാലും വരിവരിയായി നിൽക്കുന്ന വധൂവരന്മാരുടെ ഒരു മനോഹരമായ കാഴ്ച തന്നെയായിരിക്കും അവിടെ ഒന്നും കാണാൻ കഴിയുക. നിയന്ത്രണങ്ങളും ഉണ്ടാവും സ്വാഭാവികമായി. നമുക്ക് അവിടെ നിന്നുള്ള കാഴ്ചകൾ വിശേഷങ്ങളൊന്ന് ഒക്കെ കാണാം. കാരണം ഇന്നലെ വൈകിട്ട് വരെയാണ് ഈ 356 വിവാഹങ്ങൾ എന്നത് ബുക്ക് ചെയ്തിരുന്നത്. ഇന്ന് ബുക്കിംഗ് ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. മിഥുൻ മുരളി നമ്മളോടൊപ്പം ഗുരുവായൂരിൽ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, നമസ്തേ, ഗുഡ് മോർണിംഗ്. എന്തായാലും കല്യാണ മേളം ഇങ്ങനെ തകൃതിയായി നടക്കുകയാണ് ഗുരുവായൂരിൽ എന്ന് മനസ്സിലാക്കുന്നു. മിഥുൻ, ഗുരുവായൂരിൽ രാവിലെ മുതൽ തന്നെ ഇങ്ങനെ കല്യാണങ്ങൾ ഓരോന്നായി കഴിയുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എന്തായാലും 356 എന്ന സംഖ്യ തന്നെയാണോ ഇപ്പോഴും ബുക്കിംഗ്? അനു, ഗുരുവായൂർ അമ്പലനടയിൽ വിവാഹിതരാകുക നവദമ്പതികളുടെ വലിയ സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഗുരുവായൂർ അമ്പലനടയിലേക്ക് എത്തിയിരിക്കുന്ന ദമ്പതികളെ കൊണ്ട് തിങ്ങി നിറച്ചിരിക്കുന്ന കാഴ്ചയാണ്. അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷങ്ങളാണ് ഗുരുവായൂരപ്പന് മുന്നിൽ രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വെളുപ്പിനെ 4 മണി മുതൽ തന്നെ വിവാഹം ആരംഭിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ 5 മണി മുതലാണ് ഗുരുവായൂരിൽ വിവാഹങ്ങൾ നടക്കുന്ന 1 മണിക്കൂർ മുൻപേ 4 മണി മുതൽ തന്നെ വിവാഹങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ചിങ്ങമാസത്തിലെ ഏറ്റവും മുഹൂർത്തങ്ങളുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബുക്കിങ്ങുകൾ ഉണ്ടാകുന്നു. ഇന്നലെ വൈകിട്ട് വരെ 354 വിവാഹങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കണക്ക് മാറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിൽ എത്ര വിവാഹങ്ങളാണ് ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ പിന്നീടായിരിക്കും ഉണ്ടാകും. അപ്പോൾ വിവാഹങ്ങളുടെ എണ്ണം ഇനിയും കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ അഭൂതപൂർവമായിട്ടുള്ള ഒരു തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് 24 ആളുകൾ അടങ്ങുന്ന ഒരു സംഘത്തിന് മാത്രമാണ് ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള അനുവാദം ഉള്ളൂ. ക്ഷേത്രത്തിനകത്തും പതിവ് പ്രദക്ഷിണവും ഒപ്പം തന്നെ അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം അടക്കമുള്ള ചടങ്ങുകളും ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തിക്കും തിരക്കുമാണ്. നവദമ്പതികളെ കൊണ്ട് തിരക്കി നിറഞ്ഞിരിക്കുകയാണ്. നവദമ്പതികളെ തട്ടി മുട്ടി മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. സന്തോഷത്തിന്റെ നിമിഷമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ആളുകളുടെയും നവദമ്പതികളുടെയും ഒക്കെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് ഗുരുവായൂരപ്പന് മുന്നിൽ, ഗുരുവായൂർ അമ്പല നടക്ക് മുന്നിൽ വിവാഹിതരാവുക എന്നുള്ള ഒരു സ്വപ്നം. ആ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ദൃശ്യങ്ങളാണ്, ആ ദമ്പതികളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗണപതി ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും ഉള്ള പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പന്തലിൽ ടോക്കൺ എടുത്ത് അവിടെ കാത്തു നിൽക്കുന്നതിനുള്ള അവസരം, ഒരു ക്രമീകരണമാണ് ദമ്പതികൾക്കും കൂടെയുള്ള ആളുകൾക്കെല്ലാം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ടോക്കൺ ക്രമീകരിച്ചുകൊണ്ടാണ്, ടോക്കണിന്റെ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ദമ്പതികളെയും ദമ്പതികളുടെ കൂടെയുള്ള 24 അംഗ സംഘത്തെയും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 4 മണി മുതൽ വിവാഹം ആരംഭിക്കുന്നു. അതിനുശേഷം ഓരോ ക്രമ നമ്പർ അനുസരിച്ച് ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ടോക്കൺ അനുസരിച്ച് ദമ്പതികൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. 6 മണ്ഡപങ്ങൾ കലാകാരന്മാരെ 2 സംഘങ്ങളെ ഈ ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടേക്ക് എത്തി ഭഗവാനെ തൊഴുത് വിവാഹം പൂർത്തിയാക്കി തിരികെ മടങ്ങുകയാണ് ഓരോ സംഘത്തിലുമുള്ള ആളുകൾ. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ 2 ദിവസമായിട്ട് ഗുരുവായൂരും പരിസര പ്രദേശങ്ങളിലുമെല്ലാം തന്നെ വലിയ തിക്കും തിരക്കും, ലോഡ്ജുകളും ഹോട്ടലുകളും എല്ലാം ആളുകളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഈ സമീപ പ്രദേശങ്ങളിൽ തന്നെയാണ് വിവാഹ സൽക്കാരത്തിനടക്കമുള്ള ക്രമീകരണങ്ങളും പലരും ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെയും ആളുകളുടെയും എല്ലാം ഒരു തിക്കും തിരക്കും ഒക്കെയാണ് ഈ പരിസരങ്ങളിലെല്ലാം, ക്ഷേത്ര പരിസരവുമായി ബന്ധപ്പെട്ട ഈ ഭാഗങ്ങളിലുള്ള വഴികളിലെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു കാത്തിരുന്ന ഒരു മുഹൂർത്തത്തിന് വേണ്ടിയുള്ള നാളുകളായുള്ള ആളുകളുടെ കാത്തിരിപ്പെല്ലാം പൂർണ്ണതയിലേക്ക് എത്തുന്ന ആ നിമിഷം, ഗുരുവായൂരപ്പന് മുന്നിൽ വിവാഹിതരാകാനുള്ള ഒരു പുതിയ ജീവിതം ആരംഭിക്കാനുള്ള ആളുകളായിട്ടുള്ള കാത്തിരിപ്പ്, ഏറെ നാളുകളായിട്ടുള്ള ഒത്തൊരുമിച്ചുള്ള ജീവിതത്തിലേക്ക് ഗുരുവായൂരപ്പന്റെ മുന്നിൽ, ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിൽ കടന്നു ചെല്ലാനുള്ള ആളുകളുടെ ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെയൊക്കെ ഒരു മുഹൂർത്തമാണ് ഈ ഒരു ദിവസം. ഇങ്ങനെ കല്യാണങ്ങൾ നീണ്ടു പോവുകയാണ്. ഓരോ വിവാഹവും കഴിയുമ്പോഴും അടുത്ത ആളുകളെ ഈ മണ്ഡപത്തിലേക്ക് കടന്നു വരാനുള്ള ആളുകളെ തയ്യാറെടുത്ത് സമീപത്ത് താൽക്കാലികമായി തയ്യാറാക്കിയിരിക്കുന്ന പന്തലിൽ, ക്രമീകരിച്ചിരിക്കുന്ന പന്തലിൽ കാത്തു നിൽക്കുന്ന സംഘങ്ങളുണ്ട്. നവദമ്പതികൾ ആകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവരെ ഇവിടേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിവാഹിതരായ ആളുകൾ, നവദമ്പതികൾ മണ്ഡപത്തിൽ
നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ. അതെ മിഥുൻ, എന്തായാലും നവദമ്പതികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലനടയും പരിസരങ്ങളും ഒക്കെ. അതിരാവിലെ തന്നെ മുഹൂർത്തം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വിവാഹങ്ങൾ നടക്കുകയാണ്. അതിന് ശേഷം വരിവരിയായി നിൽക്കുന്നു. ഫോട്ടോഷൂട്ടിനായിട്ടുള്ള ഒരുക്കങ്ങളുണ്ട്. താലി കെട്ടിയതിന് ശേഷം എന്തായാലും വളരെ മനോഹരമായ ദൃശ്യങ്ങൾക്ക് തന്നെയാണല്ലേ മിഥുൻ അവിടെ നിന്നും സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത്. രോഹിണി, നവദമ്പതികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന അല്ലെ തട്ടിമുട്ടി ദമ്പതികളും ദമ്പതികളുടെ കൂടെയുള്ള സംഘങ്ങളും സന്തോഷം നിറഞ്ഞ് ഇവിടുന്ന് മടങ്ങുന്ന ആളുകൾ, ഇവിടേക്ക് വിവാഹത്തിന് വേണ്ടി എത്തുന്ന ആളുകൾ, കാത്തു നിൽക്കുന്ന ആളുകൾ, കാത്തിരിപ്പ് രാവിലെ മുതൽ തന്നെ അണിഞ്ഞൊരുങ്ങി കാത്തു നിൽക്കുന്ന ആളുകൾ, ഫോട്ടോഷൂട്ട് നടത്തുന്ന കാഴ്ചകൾ, അങ്ങനെയുള്ള ദൃശ്യങ്ങളാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് വാഹനങ്ങളുടെ വലിയ ക്യൂ ഉണ്ട്. വലിയ ഗതാഗത തടസ്സം പലയിടത്തും നേരിടുന്നുണ്ട്. പാർക്കിംഗ് സംബന്ധമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ പലയിടത്തും ക്രമീകരിച്ചിട്ടുണ്ട്. ആ ക്രമീകരിച്ചിരിക്കുന്ന പാർക്കിംഗ് സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കൃത്യമായി തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇവിടേക്ക് ആളുകൾ എത്തുന്നതിൻ്റെ ഒരു തിക്കും തിരക്കുമെല്ലാം സമീപ പ്രദേശങ്ങളിലെല്ലാം വിവിധ ഭാഗങ്ങളിലെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ മാത്രമാണ്, സന്തോഷകരമായ ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വലിയ സ്വപ്നമാണ് പലരുടെയും ഗുരുവായൂരപ്പന് മുന്നിൽ വിവാഹിതരാവുക എന്നുള്ളത്. ഏറെ നാളുകളായിട്ട് കാത്തു നിൽക്കുന്ന ആ സ്വപ്നത്തിന്റെ ഒരു പൂർത്തീകരണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ആ ശുഭമുഹൂർത്തം ഇന്ന് കൂടുതലായി ഉള്ള ഒരു ദിവസമായി ചിങ്ങമാസത്തിലെ ഈ നാൾ മാറിയപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള നാളുകളായുള്ള കാത്തിരിപ്പിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഒക്കെയായി ഈ ദിവസം മാറുകയാണ്. എന്തായാലും ഇനിയും വിവാഹങ്ങൾ ഒരുപാട് നടക്കാനുണ്ട്. 4 മണി മുതൽ തുടങ്ങിയതാണ്, ഇപ്പോൾ 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 254 വിവാഹങ്ങൾ ഇന്നലെ വരെ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിന്റെ കണക്ക് ഇനിയും കൂടാനുള്ള സാധ്യത. 354 വിവാഹങ്ങൾ ഇന്നലെ വൈകിട്ട് വരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിന്റെ എണ്ണം കൂടാനുള്ള സാധ്യത. അത് എത്ര വിവാഹങ്ങളാണ് ഇതിനുശേഷം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഇനി ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായി ദേവസ്വം വകുപ്പിൽ നിന്ന് പിന്നീടായിരിക്കും ആ ഒരു എണ്ണം സംബന്ധിച്ചിട്ടുള്ള കണക്കൊക്കെ ഉണ്ടാവുക. എന്തായാലും വളരെ വിപുലമായ രീതിയിൽ തന്നെ 6 മണ്ഡപങ്ങൾ, സാധാരണഗതിയിൽ 4 മണ്ഡപങ്ങൾ, അതിന് കൂടാതെ 2 മണ്ഡപങ്ങൾ കൂടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്നു. പുഷ്പാലങ്കാരമായിട്ടുള്ള ആ മണ്ഡപങ്ങൾ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്നു. നാദസ്വര വാദ്യ മേളക്കാരുണ്ട്, അവരുടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി ആചാര്യന്മാരായിട്ടുള്ള കോയിമക്കാരെ ഓരോ മണ്ഡപത്തിലും പ്രത്യേകം ദേവസ്വം ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അവരുടെ മേൽനോട്ടത്തിൽ, ആ കോയിമക്കാരുടെ മേൽനോട്ടത്തിൽ വിവാഹങ്ങളെല്ലാം മംഗളമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. 24 അംഗ സംഘം, ഫോട്ടോഗ്രാഫർമാരടക്കം 24 അംഗ സംഘത്തിന് മാത്രമാണ് ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് ഉള്ളിലേക്ക് ടോക്കൺ നമ്പർ പ്രകാരം പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. അവരെ അവിടേക്ക് കടത്തിവിട്ടുകൊണ്ട് ഇരിക്കുന്നു. തൊട്ട് പുറകിലുള്ള വശത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ നേരത്തെ പറഞ്ഞതുപോലെ വധൂവരന്മാർ കാത്തിരിക്കുകയാണ്, അണിഞ്ഞൊരുങ്ങി കാത്തിരിക്കുകയാണ് ആ ശുഭ മുഹൂർത്തം, ആ ശുഭ സമയത്തിന് വേണ്ടി. അതിനുവേണ്ടിയുള്ള മണിക്കൂറുകളായിട്ടുള്ള രാവിലെ മുതൽ തന്നെ തയ്യാറായി നിൽക്കുന്ന വധൂവരന്മാർ ഒരു വശത്ത് ഉണ്ട്. വിവാഹം കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുന്ന വധുവരന്മാരും സംഘവും മറ്റൊരു ഭാഗത്തുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ വധുവരന്മാരെ വിവാഹം കഴിഞ്ഞതിന് ശേഷം, തൊഴുതു കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ അനുഗ്രഹം നേടി പുറത്തേക്ക് കടത്തിവിടുന്നതിനുള്ള ക്രമീകരണങ്ങളും സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം അഭൂതപൂർവമായിട്ടുള്ള ജനത്തിരക്കാണ് ഗുരുവായൂർ അനുഭവപ്പെടുന്നത്. ഈ വിവാഹത്തിന് എത്തിയവരോടൊപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി എത്തുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അഭൂതപൂർവമായിട്ടുള്ള വലിയ ഭക്തജനത്തിരക്ക് സാധാരണഗതിയിൽ തന്നെ ഗുരുവായൂരിൽ വലിയ ജനത്തിരക്കുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഇത്രയും വലിയ വിവാഹം ഇവിടെ നടക്കുമ്പോൾ, വിവാഹ മാമാങ്കം നടക്കുമ്പോൾ ജനത്തിരക്ക് പതിവിലും കൂടുതൽ ഇരട്ടിയാകാനുള്ള സാധ്യത ഇന്ന് മുഴുവനുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അവരെ തൊഴുതതിനു ശേഷം ഈ വധുവരന്മാരെയും സംഘത്തെയും എത്രയും വേഗം തന്നെ പുറത്തേക്ക് കടത്തിവിടുന്നതിനുള്ള കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുന്നുണ്ട്. വിവാഹങ്ങളെല്ലാം വളരെ ഭംഗിയായി തന്നെ, വളരെ മനോഹരമായി തന്നെ അവരുടെ സ്വപ്ന സാക്ഷാത്കാരം പോലെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട്. തീർച്ചയായും എന്തായാലും സന്തോഷമുള്ള കാഴ്ചകളിലൂടെയാണ് നമ്മൾ ഇന്ന് പുത്തൻപുലരിയും ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് മുൻപുള്ള റെക്കോർഡ് എന്ന് പറയുന്നത് 227 എന്നതാണ് ഒരു ദിവസം നടന്ന കല്യാണങ്ങളുടെ സംഖ്യ. അത് പക്ഷേ ഇന്ന് അത് 340 ഒക്കെ കടന്ന് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു. 356 എത്തി നിൽക്കുക എന്ന് പറയുന്നത് തന്നെ അല്ലേ. മിഥുൻ മുരളി പറഞ്ഞ പോലെ തന്നെ ഈ വധൂവരന്മാർ ഒരുപാടുണ്ടെന്നല്ല, തട്ടിമുട്ടി നടക്കാൻ വയ്യ എന്നാണ്. എന്തായാലും അവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരം തന്നെയാണ്. മിഥുൻ മുരളിയാണ് അവിടെ നിന്നും ഗുരുവായൂർ അമ്പലനടയിൽ നിന്നും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇനിയും ധാരാളം കല്യാണങ്ങൾ നടക്കാനുള്ള തിരക്കിൽ തന്നെയാണ് അവിടെ. തീർച്ചയായും എന്തായാലും എല്ലാ വധൂവരന്മാർക്കും
ജനം ടിവിയുടെ വക ആശംസകൾ നേരുകയാണ്. മംഗളാശംസകൾ കൂടി നേരുന്നു. നമ്മൾ പോലും തത്സമയ ദൃശ്യങ്ങൾ നൽകില്ലേ? അതെ, എല്ലാ ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഇന്ന് ഈ വിവാഹിതരാകുന്നവരുടെ ദൃശ്യങ്ങളും ഇങ്ങനെ വരും മണിക്കൂറുകളിലും ഉണ്ടാവുമെന്നല്ലോ.